everyone, welcome back to my channel. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് 7th സ്റ്റാൻഡേർഡിലെ ആക്ടിവിറ്റി 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ഫസ്റ്റിലത്തെ ഒന്ന് പറയുന്നത് നമ്മൾ ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സോ അത് തന്നെ അതിൻ്റെ ആക്ടിവിറ്റി 4 ആണ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ചെറിയൊരു ലൈൻ ഇവിടെ തന്നിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ ദ സീ ഹാഡ് ദ സെയിം സെറിൻ അപ്പിയറൻസ് എവരിവെയർ. One experiences a kind of heavenly bliss at the quiet beaches. Okay. എന്താണ് ഈ ഒരു സെറീൻ എന്ന് പറയുന്നത്? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിശബ്ദമായ ഒരു ബീച്ച്, ശാന്തമായ ഒരു കടലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലായിടത്തും ശാന്തമായ കടൽ പരന്ന് നടക്കുകയാണ്. അപ്പോൾ ഇതിലൊന്ന് എന്ന് പറയുന്നത് നമ്മളെ ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു ഭയങ്കര ഒരു റിലാക്സേഷൻ തരുന്നുണ്ട്. അതാണ് ഈ ബ്ലിസ്. ദീസ് ക്വയറ്റ് ബീച്ചസ്, ഈ നിശബ്ദമായ ബീച്ചുകൾ നമുക്ക് ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഫീല് തരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബിങ് വേർഡ്സ് ആണ്. ഓക്കെ, ഡിസ്ക്രൈബിങ് വേർഡ്സ് ആണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ സെറിൻ എന്ന് പറയുന്നത് എന്താണ്? ഈ സീ എന്ന് പറയുന്ന ഒരു പദത്തെ വിശേഷിപ്പിക്കുന്ന ഒരു വേർഡാണ്. ഈ ഒരു സീ എന്ന് പറയുന്നത് ഒരു നൗൺ അല്ലേ? അപ്പോൾ ഈ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ് ഈ സെറിൻ എന്ന് പറയുന്നത്. സെറിൻ ശാന്തമായ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹെവൻലി എന്ന് പറയുന്ന ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. സോ ഈ ഹെവൻലി എന്ന് പറയുന്നത് നമുക്കൊരു ഫീലിംഗ് ആണ്, അതായത് സ്വർഗീയമായിട്ടുള്ള. അപ്പോൾ അത് അബ്സ്ട്രാക്ട് നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പക്ഷെ നമുക്ക് തൊടാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ഹെവൻലി എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ്. അതിനെ വിശേഷിപ്പിക്കുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ് ഈ ബ്ലിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്വയറ്റ്, ഈ ബീച്ചസ് എന്ന് പറയുന്നതിനെ ഒരു നൗൺ ആണ്, അതിനെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് ഈ ക്വയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. എന്താണ്? എനിക്ക് എടുത്തു നിൽക്കുന്ന ആ ഒരു ബുർജ് ഖലീഫയെ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഉയരം കൂടിയ എടുത്തു നിൽക്കുന്ന ബുർജ് ഖലീഫയെ കാണാൻ കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ ഇവിടെ ബുർജ് ഖലീഫ എന്നുള്ളൊരു വേർഡിനെ, ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് ഈ ഇമ്പോസിംഗ്, അതായത് ഒരു അഡ്ജക്റ്റീവ് ആണ് ഈ ഇമ്പോസിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നാം നോക്കിക്കോ. സം വേർഡ്സ് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് പീപ്പിൾ, പ്ലേസസ് ആൻഡ് തിങ്സ്. They describe how people, places or things look like, taste, smell or feel. എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിളിനെയും പ്ലേസസിനെയും സാധനങ്ങളെ, അതായത് ആളുകളെയും സ്ഥലങ്ങളെയും സാധനങ്ങളെയും എന്ത് ചെയ്യുന്നത്? ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെ. ഇതെന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഹൗ പീപ്പിൾ എങ്ങനെ ചെയ്യുന്നു, പ്ലേസസ് എന്ത് ചെയ്യുന്നു, അതേപോലെ തിങ്സ് ഇതൊക്കെ ലുക്ക് ലൈക്ക്, തിങ്സ് എങ്ങനെ ഇരിക്കുന്നു, ടേസ്റ്റ്, സ്മെല്ല് ഓർ ഫീല് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയാണ് ഇങ്ങനെ ഡിസ്ക്രൈബിങ് വേർഡ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ ഡിസ്ക്രൈബിങ് വേർഡ്സിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഞാൻ ഈ അഡ്ജക്റ്റീവ്, പ്രോനൗണ്, പ്രോപ്പർ നൗണ് ഇതൊക്കെ പഠിപ്പിച്ചിട്ട് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സോ ഇവിടെ കുറച്ച് ഡിസ്ക്രൈബിങ് അഡ്ജക്റ്റീവ്സ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഒരു പാരഗ്രാഫ്, നമ്മൾ പോയൊരു സ്ഥലത്തെ പറ്റിയിട്ട് ഒരു ചെറിയ വിവരണം എഴുതാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ തന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ, പ്രിട്ടി, ക്വയറ്റ്, ബസി, പീസ്ഫുൾ, നോയ്സി, ഗ്രീൻ, സേഫ്, ഡേഞ്ചറസ്, ക്രൗഡഡ്, എംപ്റ്റി, കളർഫുൾ, ലീവ്ലി, ബ്രീത്ത് ടേക്കിംഗ്, ബസ്റ്റ്ലിംഗ്, വൈബ്രന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ മനോഹരമായത്, പ്രിട്ടി വളരെ ക്യൂട്ടായിട്ടുള്ളത്. ഇതെല്ലാ വേർഡ്സൊന്നും വെച്ച് ചെയ്യണ്ട, നിങ്ങൾ കുറച്ച് വേർഡ്സൊക്കെ വെച്ച് ചെയ്താൽ മതി.
സോ അപ്പോൾ നമുക്ക് പാരഗ്രാഫിലോട്ട് പോവാം. എല്ലാത്തിൻ്റെ അർത്ഥമൊന്നും ഞാൻ പറയുന്നില്ല. ഈ ബസ്റ്റലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കുള്ളത്, ബസ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാലും തിരക്കുള്ളത്, ക്രൗഡഡ് ആയിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇത് ചിലപ്പോൾ ഇനി മനസ്സിലാവാത്തതായിട്ട് വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പീസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നിശുദ്ധമായിട്ടുള്ള, ഭയങ്കര ഒരു സമാധാനമുള്ള ഒരു സ്ഥലം. അത് തന്നെയാണ് ഈ പീസ്ഫുൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതാ നോക്കിക്കോ. ലാസ്റ്റ് ഐ വിസിറ്റ് കോവളം. ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാൻ കഴിഞ്ഞ വർഷം കോവളം പോയിരുന്നു. അതൊരു വളരെ നല്ലൊരു സ്ഥലമാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഓൺ ദ വേ ടു കോവളം വി ക്യാൻ സീ പ്രിറ്റി ഗാർഡൻസ്. കോവളത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രിറ്റി ഗാർഡൻസ്, ഭംഗിയുള്ള ഗാർഡനുകൾ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ദ റോഡ് വാസ് വെരി ബസ്സി. ആ റോഡ് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു, ഭയങ്കര തിരക്കുള്ളതായിരുന്നു. അതുപോലെ തന്നെ when we reached there the beach was very crowded. എന്താണ് ഈ കോവളം എന്ന് പറയുന്നത് ഒരു ബീച്ചാണ് കേട്ടോ. കോവളം ബീച്ച് ട്രിവാൻഡ്രം ഉള്ളത്. സോ ഓക്കെ, അപ്പം ആ ഒരു ബീച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ക്രൗഡഡ് ആയി തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടം കൊണ്ട് നിൽക്കുന്ന ഒരു ഭയങ്കര ഒരു തിരക്കുള്ള ഒരു ബീച്ചായിരുന്നു. ആ സമയത്ത് നമ്മൾ പോയ സമയത്ത് സൂര്യാസ്തമയ ഒരു സമയമായിരുന്നു. പീപ്പിൾ ആർ വെരി നോയ്സി. ആളുകൾ ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ട് തലവേദന പിടിപ്പിക്കുന്ന ശബ്ദം ഉണ്ടാക്കുമായിരുന്നു. there is some dangerous places in the beach. അവിടെ കുറച്ച് അപകടകരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇൻ സം പ്ലേസസ് വി ക്യാൻ ഫീൽ പീസ് ഇൻ അവർ മൈൻഡ്സ്. എന്താണ്, പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഭയങ്കര സമാധാനം തോന്നും. പിന്നെ എന്താണ്, ഐ എം വെരി അഫ്രൈഡ് ഓഫ് പ്ലേയിങ് വിത്ത് ടൈഡ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പേടിച്ചിട്ടുണ്ടായിരുന്നു തിരമാലകളോട് കളിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം എന്ന് പറയുന്ന ഒരു കാറ്റുള്ള സമയമുണ്ട്, പെട്ടെന്ന് ഇങ്ങനെ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവളം എന്ന് പറയുമ്പോൾ അത്ര തിരയില്ലാത്തൊരു ബീച്ചാണ്, എന്നാലും ഭയങ്കര പേടിയാണ്. കാരണം പെട്ടെന്ന് കാറ്റടിക്കുമ്പോഴത്തേനും നമ്മൾക്ക് ആരായിരുന്നാലും പേടിച്ചു പോകും. അന്നാണെങ്കിൽ എനിക്ക് 6 വയസ്സൊക്കെ, 6 സോറി, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പോയത്. ഓക്കെ, ഇറ്റ് വാസ് ബ്രേക്ക് ടേക്കിംഗ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം വിടാൻ പറ്റാൻ ശ്വാസം മുട്ടലുണ്ടാക്കുമായിരുന്നു. അത് തന്നെ നമ്മൾ പേടിച്ചിട്ട് ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ BP ഒക്കെ കൂടി ഇങ്ങനെ നിൽക്കൂലേ, അത് തന്നെ. However, the journey was very colorful. എന്താണ്, ആ ഒരു ജേർണി പറയാൻ ഭയങ്കര കളർഫുൾ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ജേർണിയാണ്. ഓക്കെ, ഐ എൻജോയ് ദ വൈബ്രൻറ്റ് ജേർണി വെരി മച്ച്. ഞാൻ ആ ഒരു വൈബ്രൻ്റ് ആയിട്ട് ഭയങ്കര നല്ലൊരു ജേർണി ആയിരുന്നു. നമ്മളെല്ലാവരും കൂടെ പോകുമ്പോൾ ഭയങ്കര രസമല്ലേ, അത് തന്നെ. അപ്പം അത് നല്ലൊരു ജേർണി ആയിരുന്നു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇൻ ദ ഈവനിങ് വി റീച്ച് അവർ ഹോം സേഫ്ലി. എന്താണ്, നമ്മൾ ഒരു വൈകുന്നേരം രാത്രിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം, ഒരു ഡിസ്ക്രിപ്ഷൻ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിനു മുമ്പേ ഈ സെയിം ആക്ടിവിറ്റി തന്നെ പക്ഷെ വേറൊരു പാരഗ്രാഫ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബീച്ചാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. സോ ഓക്കെ, കുറച്ച് നാൾ മുമ്പേ ചെയ്തത്. അപ്പോൾ എന്തായിരുന്നാലും എൻ്റെ ചാനലിൽ 390 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. ഞാൻ തുടങ്ങിയിട്ട് 2 മാസമേ ആയുള്ളൂ. ഒരുപാട് താങ്ക് യു. പിന്നെന്താ പറയുക, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഇടുന്നത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിലോ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അതേപോലെ പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ സപ്പോർട്ട്. അപ്പോൾ ഇത്രയുള്ളൂ, ബൈ.